കാഴ്ചയിൽ നിന്നും ഉൾക്കാഴ്ചയിലേക്കുള്ള യാത്ര. ക്രിസ്തുവിനെ വെളിച്ചമായി സ്വീകരിച്ച ജിജു ബ്രദറിനൊപ്പം കുറച്ചു നേരം. ഞാൻ ജന്മനാ തന്നെ, അതായത് ജന്മനാണെങ്കിൽ ഒരു വയസ്സ് തൊട്ട് കാഴ്ച പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടൊരു വ്യക്തിയാണ്. അപ്പം വളർന്നു വരുന്ന കാലഘട്ടത്തിലൊന്നും ഞാനൊന്നും തന്നെ കാണുന്നില്ല. പിന്നെ കുറച്ച് പ്രായമായപ്പോൾ മനസ്സിലായി എനിക്ക് കാഴ്ചയില്ല എന്നുള്ള കാര്യം. മറ്റുള്ളവർ കാണുന്ന കാര്യങ്ങൾ എനിക്ക് കാണാൻ പറ്റുന്നില്ല എന്ന കാര്യം എനിക്ക് മനസ്സിലായി. അപ്പോഴതിന് ഒരു ആദ്യകാലത്തൊരു വിഷമം അതിനകത്ത് ഉണ്ടായിരുന്നെങ്കിൽ പോലും ഈശോയെ കൂടുതലായിട്ട് എനിക്കറിയാൻ സാധിച്ച നിമിഷം, അതായത് ദൈവത്തിൻ്റെ ഒരു വചനം, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നതിന് അന്ധകാരത്തിൽ നടക്കുന്നില്ല, അവന് ജീവൻ്റെ പ്രകാശം ഉണ്ടാകുന്നു. വലിയൊരു സത്യം എനിക്ക് ഉൾക്കൊള്ളാൻ സാധിച്ച നിമിഷം തൊട്ട് എനിക്കെല്ലാ കാര്യങ്ങളെയും ബുദ്ധിയുടെ തലങ്ങളിൽ കാണാനായിട്ട്, അതായത് മനുഷ്യന് കാഴ്ച ഉണ്ടായതുകൊണ്ടോ കേൾവി ഉണ്ടായതുകൊണ്ടോ ഒന്നും പൂർണ്ണത വരുന്നില്ല. ദൈവം ദാനമായി കൊടുത്ത ബുദ്ധിയെ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് മനുഷ്യനത് ഉപയോഗിക്കുമ്പോഴാണ് ദൈവം കൊടുത്ത മറ്റെല്ലാ ദാനങ്ങളും അവൻ്റെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി തീരുന്നത്. അപ്പോൾ എൻ്റെ ബുദ്ധിയിലേക്ക് വെളിച്ചമായ ക്രിസ്തു കടന്നു വന്നപ്പോൾ ഈ ലോകത്തിലെ ഇരുട്ട് എനിക്കൊരു ഇരുട്ടല്ലാതായിട്ട് മാറുകയാണ് ചെയ്തത്. കാഴ്ചയുണ്ടായിട്ടും അന്ധരായി ജീവിക്കുന്നവരോട് ജിജു ബ്രദർ പറയുന്നു. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ ഈശോ പറഞ്ഞു, അന്ധർ കാഴ്ച നേടാനും കാഴ്ചയുള്ളവർ അന്ധരായി തീരാനും ന്യായവിധിക്കാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നതെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അന്ധത എന്ന് ഉദ്ദേശിക്കുന്നതിനകത്തൊരു വേറൊരു കാര്യമുണ്ട്. പ്രത്യാശയില്ലാത്ത ഓരോ മനുഷ്യനും അന്ധകാരത്തിൽ തപ്പിത്തടയുന്നവൻ തന്നെയാണ്. ആ പ്രത്യാശ ഒരു വ്യക്തിക്ക് ലഭിക്കുന്നത് അവൻ യഥാർത്ഥത്തിൽ ക്രിസ്തുവിലേക്ക് കടന്നു വരുമ്പോഴാണ്. അപ്പോൾ ക്രിസ്തുവില്ലാത്തൊരു വ്യക്തി പാപത്തിലും നിരാശയിലും അജ്ഞതയിലും അങ്ങനെ പല വിധത്തിലുള്ള ഒരു വ്യർത്ഥമായ അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്, ജീവിതത്തിന് അർത്ഥമില്ലാത്തൊരവസ്ഥയിൽ. അപ്പം അങ്ങനെയുള്ള വ്യക്തികളിലേക്ക് യഥാർത്ഥ വെളിച്ചം കൊടുക്കുക. കാരണം ഞാൻ ക്രിസ്തുവിനെ കണ്ടെത്തിയ ആ നിമിഷം മുതൽ എൻ്റെ വലിയ ആഗ്രഹമാണ് മനുഷ്യ ജീവിതത്തിന് പ്രത്യാശ കൊടുക്കണം, സമാധാനം കൊടുക്കണം. അതെങ്ങനെ കൊടുക്കാൻ സാധിക്കും? കൊടുക്കാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, അവനെ ദൈവവചനത്തിലൂടെ ക്രിസ്തുവിലേക്ക് നയിച്ച് യഥാർത്ഥത്തിൽ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നൊരു വ്യക്തിയാക്കി മാറ്റുക. അങ്ങനെ ഒരു ദൗത്യം കർത്താവിനെ ഏൽപ്പിച്ചപ്പോൾ പല മദ്യപാനത്തിൽ കഴിയുന്ന വ്യക്തികളെയും ആ ദൈവത്തിൻ്റെ സ്നേഹം പറഞ്ഞു കൊടുത്ത് അവരെ ആ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു. പലരുടെ മദ്യപാനം ഉപേക്ഷിച്ചു. അതുപോലെ തന്നെ ജീവിതത്തിലെ ഒരു ഒരുപാട് പ്രതിസന്ധി ദുഃഖത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തിയോട് അവർക്ക് പ്രത്യാശ കൊടുക്കണമെങ്കിൽ അത് നമ്മൾ ദൈവത്തിൻ്റെ വചനം മാത്രമേ കൊടുക്കാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെ ദുഃഖത്തിൽ തളർന്നിരുന്ന ഒരുപാട് വ്യക്തികളെ പ്രത്യാശയിലേക്ക് കൊടുക്കുന്നത്, പ്രതിസന്ധിയുടെ മധ്യത്തിലും പ്രശ്നങ്ങൾ മാറിയിട്ട്, പ്രശ്നം പരിഹരിച്ചിട്ടല്ല, ആ പ്രശ്നത്തിൻ്റെ മധ്യത്തിലും പിടിച്ചു നിൽക്കാനുള്ള ആ ദൈവിക ജ്ഞാനം പകർന്നു കൊടുക്കാനായിട്ട് കർത്താവ് പല സമയത്ത്, അതാണ് വ്യക്തിപരമായിട്ട് എന്നെ കാണാൻ വന്നവർക്ക് അല്ല ദൈവവചനത്തിൻ്റെ വേദികളിലേക്ക് നയിച്ച് ഒക്കെ കർത്താവ് പലപ്പോഴും എന്നെ അതിന് ഉപയോഗിച്ചിട്ടുണ്ട്. യഹോവയീരേ ദാതാവാം ദൈവം, നീ മാത്രം മതി എനിക്ക്. യഹോവ റാഫ സൗഖ്യദായകൻ, തന്നടിപ്പിണറാൽ സൗഖ്യം. യഹോവ ശമ്മ കൂടെയിരിക്കും, നൽകുമവൻ ആവശ്യങ്ങൾ.
മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. എന്നെ സംബന്ധിച്ച് ഞാൻ ഒന്നും കണ്ടതായിട്ട് ഓർമ്മയില്ലെങ്കിലും പറഞ്ഞു കേട്ട അറിവനുസരിച്ച് പറയാം, 1 വയസ്സ് വരെ ഭാഗികമായ കാഴ്ച ഉണ്ടായിരുന്നു എന്നാണ് കേട്ടുകേൾവി. എങ്കിലും തലച്ചോറിനകത്തുനിന്ന് കണ്ണിലേക്കുള്ള ഏതോ ഒരു ചെറിയ ഞരമ്പ് അത് ഓപ്പൺ ആകാത്തതാണ് എൻ്റെ കാഴ്ച നഷ്ടപ്പെടാനുള്ള കാരണമെന്നാണ് വൈദ്യശാസ്ത്രം പറഞ്ഞിരിക്കുന്നത്. അത് ലക്ഷത്തിലോ അങ്ങനെ എങ്ങാണ്ടൊരു കണക്ക് പറഞ്ഞു, ലക്ഷത്തിൽ ഒരാൾക്കൊക്കെ സംഭവിക്കുന്നൊക്കെയാണ് അവരുടെ നിഗമനം അനുസരിച്ച് ഇത് പറഞ്ഞിരിക്കുന്നത്. അതിന് വേറെ ഒരു പരിഹാരവും ഇല്ല. ഈ ലോകത്തിൽ വൈദ്യശാസ്ത്രം ഇന്ന് വരെയും അതിന് തക്കതായ പരിഹാരം കണ്ടുപിടിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷെ എന്തു തന്നെയാണേലും ഒരു കാര്യം സത്യമാണ്, സങ്കീർത്തനം 119:71 ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, അതുവഴി ഞാൻ അങ്ങയുടെ വചനം പഠിച്ചു. അപ്പോൾ കാഴ്ചയില്ല, ഇത് മനുഷ്യൻ അസാധ്യമാണെന്ന് പറയുന്നു. എങ്കിലും ഏത് അസാധ്യത്തെയും സാധ്യമാക്കുന്നൊരു ദൈവത്തിൻ്റെ മഹത്വം ഇതിലൂടെ ദർശിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കാഴ്ചയില്ല എന്നുള്ള ഒരു കാര്യം ഞാൻ അങ്ങോട്ട് പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നില്ല. കാരണം ഈ അവസ്ഥ ഒരു വലിയ ദൈവകൃപയായിട്ട് തന്നെ കാണുന്നു. പൗലോസ്ലീഹ പറയും, ഞാൻ എന്തായിരിക്കുന്നു അത് ദൈവത്തിൻ്റെ കൃപയാണ്. അതുതന്നെ ഞാനും പറയുന്നു, ഞാനിപ്പോൾ എന്തായിരിക്കുന്നു അത് ദൈവത്തിൻ്റെ കൃപയാണ്. ലോകത്തിൻ്റെ ഭാഗമാകുമ്പോഴാണ് കാഴ്ച ഒരു തടസ്സമാകുന്നത്. ദൈവത്തിൻ്റെ ഭാഗമാകുമ്പോൾ അന്ധത ഒരു അനുഗ്രഹമാണ്. കാഴ്ചയില്ലാത്ത അവസ്ഥയിൽ നമുക്ക് സ്വാഭാവികമായിട്ട് അതൊക്കെ ഒത്തിരി വിഷമങ്ങൾ, വേദനകളൊക്കെ ആദ്യകാലത്ത്. പക്ഷെ ഒരിക്കലും അതിന് കർത്താവിനോട് എനിക്കതൊരു വിഷമം തോന്നിയിട്ടില്ല. പക്ഷേ ഇങ്ങനെ ആയല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു പൊതുവായിട്ടൊരു വിഷമം, അതിന് കർത്താവാണ് അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം എന്ന് ഒരിക്കലും ഞാൻ ചിന്തിച്ചിട്ടില്ല. കാരണം വിഷമമുണ്ട്, കാരണം എന്തെങ്കിലും ആ വിഷമം ഉണ്ടെങ്കിൽ പോലും കർത്താവ് അങ്ങനെ ചെയ്തുവെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ലായിരുന്നു. എന്തൊക്കെയോ സാഹചര്യം കൊണ്ട് അങ്ങനെ സംഭവിച്ചു. ചിലപ്പം രോഗത്തിൻ്റെയോ അങ്ങനെ എന്തെങ്കിലും സാഹചര്യങ്ങൾ, അത് ദൈവം അങ്ങനെ ചെയ്തുവെന്ന് ഒരിക്കലും ഞാനങ്ങനെ കരുതിയില്ലായിരുന്നു. എങ്കിൽ പോയി വിഷമമുണ്ടായിരുന്നു, അതിലൊത്തിരി മനസ്സിൻ്റെ ഒത്തിരി വേദനകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വേദനകളൊന്നും അങ്ങനെ പങ്കുവെക്കുന്ന സ്വഭാവമൊന്നും എനിക്കില്ലായിരുന്നു. എങ്കിലും എനിക്കൊരു ഉൾക്കാഴ്ച കിട്ടി. അത് ഒരു പ്രായമുള്ള ഒരു അമ്മച്ചിയാണ് പറഞ്ഞു തന്നത്. ദൈവം ഒരു കാര്യം നമുക്ക് ചെയ്തു തന്നാൽ അതിനകത്തൊരു നന്മയുണ്ട്. അപ്പോൾ അന്നേരം തൊട്ടാണ് ഞാൻ അങ്ങനെ ഒരു ചിന്തയിലേക്ക് വന്നത്. അപ്പം ഈ അവസ്ഥ എനിക്ക് ഒരു 11ാമത്തെ പിറന്നാളിൻ്റെ അന്ന് ഒരു അമ്മച്ചി എനിക്ക് പറഞ്ഞു തന്നൊരു ആശയമാണ്. അപ്പോൾ അന്ന് തൊട്ട് ഞാനിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി, ദൈവം ഇങ്ങനെ ചെയ്തെങ്കിൽ ഇതൊരു നല്ല കാര്യത്തിനായിരിക്കും, എന്തെങ്കിലും നന്മ ഇതിനകത്തുണ്ട്. അപ്പോൾ അന്നേരം തൊട്ട് ഞാൻ ആ ഒരു രീതിയിൽ ആ ഒരു കണ്ടെത്തലിന് വേണ്ടി ഞാൻ ദൈവം എന്തിനാണ് ഇങ്ങനെ ചെയ്തത്, അപ്പോൾ ചെയ്ത കാര്യത്തിൽ നന്മയുണ്ടെങ്കിൽ ആ നന്മ കണ്ടെത്തണം, അതിനുവേണ്ടി ഒരു അന്വേഷണം അന്ന് തൊട്ട് ഞാൻ തുടങ്ങി. അന്ന് തൊട്ട് തുടങ്ങിയപ്പോൾ കൂടുതൽ പ്രാർത്ഥിക്കാനുള്ളൊരു പ്രേരണ, കൂടുതൽ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ദൈവവചനം പഠിക്കാനുള്ളൊരു താല്പര്യം. അങ്ങനെ ദൈവവചനം പഠിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അങ്ങനെ മുന്നോട്ട് വന്നപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി, ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്തത് ഇതൊരു ദോഷത്തിന് ചെയ്തതല്ല, ഇത് പലരുടെ നന്മയ്ക്ക് വേണ്ടിയാണ്, ഇത് ഒരു ദൈവത്തിൻ്റെ വലിയ പദ്ധതിയാണ്. അപ്പോൾ ആ ഒരു തിരിച്ചറിവ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് സന്തോഷമായി. കാരണം അപ്പോൾ തൊട്ട് എനിക്കിത് വളരെ സന്തോഷത്തോടെ ഉൾക്കൊള്ളാൻ സാധിച്ചു. കാരണം ഈ അവസ്ഥയിൽ എനിക്കൊരു വലിയ ഭാഗ്യമാണ്. കാരണം കർത്താവിനെ അറിയാൻ സാധിച്ചു, മറ്റുള്ളവർ അറിയാത്തൊരു സത്യം എനിക്കറിയാൻ സാധിച്ചതിൽ സത്യത്തിൽ എനിക്ക് വളരെ നന്ദിയായിരുന്നു, സന്തോഷമായിരുന്നു പിന്നെ ഉണ്ടായത്. പിന്നീട് നിരാശ ഉണ്ടായിട്ടില്ല. ഒരു 14 വയസ്സിന് ശേഷം അങ്ങനെ ഒരു ചിന്ത വന്നിട്ടില്ല. ഇതിനെ ഏറ്റവും നല്ല രീതിയിൽ, ഏറ്റവും പോസിറ്റീവായിട്ട് മാത്രമേ എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളൂ. വിശ്വാസം സ്വയം വിട്ടുകൊടുക്കലാണ്. കൈക്കുമ്പിളിൽ താങ്ങിയെടുക്കുന്ന, ദൈവത്തെ നെഞ്ചോട് ചേർക്കുന്ന വിശ്വാസം.
ദൈവത്തിൻ്റെ വചനം യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ദൈവത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാണ് അവിടുത്തെ ആരാധിക്കേണ്ടത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ജീവിതത്തിൽ ഒരു രൂപവും കണ്ടിട്ടല്ല പ്രാർത്ഥിക്കാറുള്ളത്. എങ്കിലും ദൈവം എനിക്ക് സമീപസ്ഥനാണ്. കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് അവിടുന്ന് സമീപസ്ഥനാണെന്ന് വചനം പറയുന്നുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ ആത്മാവിൽ ആ ദൈവത്തിൻ്റെ വ്യക്തമായ സാന്നിധ്യമുണ്ട്. കാരണം ഞാൻ ദൈവത്തിൻ്റെ സ്വരം തന്നെ പല പ്രാവശ്യം കേട്ടിട്ടുണ്ട്. എൻ്റെ ഹൃദയത്തിൽ എനിക്ക് ദൈവത്തിൻ്റെ സ്വരം, ദൈവത്തിൻ്റെ രൂപം ഒക്കെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. പലർക്കും ദൈവം എന്ന് പറയുമ്പോൾ ഒരു രൂപം കണ്ടെങ്കിൽ മാത്രമേ ആ യഥാർത്ഥത്തിൽ അവർക്കൊരു ഭക്തി പ്രാർത്ഥനയ്ക്ക് ഉളവാകുന്നുള്ളൂ, അല്ലെങ്കിൽ അവർക്ക് പ്രാർത്ഥിക്കാൻ പോലും കഴിയുന്നില്ല. സത്യത്തിൽ ദൈവം, കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ ജീവിക്കുന്ന ഒരു ദൈവ സാന്നിധ്യമാണ് അവിടെ നിന്ന് ആഗ്രഹിക്കുന്നത്. അപ്പം എന്നെ സംബന്ധിച്ച് എൻ്റെ ഹൃദയത്തിൽ എനിക്ക് വ്യക്തമായിട്ട് ആ ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ സാധിക്കും. യേശുവേ എന്നൊന്ന് വിളിച്ചാൽ മതി, ആ സാന്നിധ്യം എൻ്റെ ഉള്ളിൽ വന്ന് നിറഞ്ഞിരിക്കും. അതിപ്പോൾ എങ്ങനെ ഒരു രൂപമാണെന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ച് അത് വിശദമാക്കാവുന്ന കാര്യമല്ല. പക്ഷേ അത് ഒരു വലിയൊരു അനുഭവമാണ്, അതൊരു സത്യമാണ്, ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സത്യമാണ്. പലരും വിശുദ്ധ കുർബാന കാണാനാണ് പോകാറ്. എന്നാൽ കാഴ്ചയിൽ വെളിച്ചം നിറഞ്ഞവർക്ക് അത് ജീവിതത്തിൻ്റെ ഭാഗമാണ്. കുർബാന കാണാൻ പോവാന്ന് നാട്ടിലൊക്കെ ഒരു പറച്ചിലുണ്ട്. പക്ഷേ ആര് ലോകത്ത് കുർബാന കാണാൻ പോകുന്നില്ല എന്നുള്ള സത്യമാണ്. കുർബാനയ്ക്ക് പോകുന്നവൻ കുർബാന അർപ്പിക്കാനാണ് തന്നെയാണ് പോകുന്നത്. അപ്പം എന്നെ സംബന്ധിച്ച് കാണാൻ പോകുക എന്ന് പറഞ്ഞ വാക്കിന് ഒരു പ്രസക്തിയില്ല. പക്ഷേ ഒരു കാര്യം എനിക്കറിയാം, ഞാൻ ബലി അർപ്പിക്കാൻ പോവുക മാത്രമല്ല, ബലിയായി തീരാൻ കൂടിയാണ് പോകുന്നത്. അങ്ങനെ ബലിയാകാൻ മനസ്സുണ്ടെങ്കിൽ മാത്രമേ വിശുദ്ധ ബലി എൻ്റെ ഉള്ളിൽ ജീവിക്കത്തുള്ളൂ എന്നുള്ള സത്യമാണ്. അപ്പം ഓരോ ബലിയർപ്പണവും എന്നെ ഈശോയുടെ കൂടെ കുരിശ് വഹിക്കാനും ആ ക്രൂശിലൂടെ ഞാൻ ആയിരിക്കുന്ന കാലഘട്ടത്തിൽ ഈശോ ഒരുക്കിയ രക്ഷ മറ്റുള്ളവർക്ക് കൊടുക്കുവാനുള്ള ദൈവിക നിയോഗമാണ് ലഭിക്കുന്നത്. വിശുദ്ധ കുർബാന എന്ന് പറയുന്ന ഒരു കടമ തീർക്കുന്ന ഒരു സാഹചര്യമല്ല, മറിച്ച് നമ്മൾ ഓരോരുത്തരും പുതിയ പുതിയ ഉത്തരവാദിത്തങ്ങളിലേക്ക് കടന്നു വരിക. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ കുർബാനയ്ക്ക് പങ്കെടുക്കുമ്പോൾ എനിക്കറിയാം ഇത് ഈശോയുടെ ബലിയാണ്, ഈശോയുടെ ബലിയർപ്പണം ഇവിടെ നടക്കുകയാണ്. അപ്പം ഈ ബലിയിൽ പങ്കുചേരുന്ന ഞാൻ സമൂഹത്തിലോട്ട് ഇറങ്ങി എൻ്റെ ബലിയർപ്പണം, ഇപ്പം ദേവാലയത്തിൽ വൈദികൻ ബലിയർപ്പിക്കുന്നു, ആ വിശുദ്ധ കുർബാന സ്വീകരിച്ച് ഞാൻ ആയിരിക്കുന്ന സമൂഹത്തിലും ഭവനത്തിലും ചുറ്റുപാടിലും അതുപോലെ തന്നെ ബലിയാകാൻ വിളിക്കപ്പെട്ടു. അപ്പം ഞാൻ ബലിയർപ്പിക്കാൻ പോകുന്നത് ബലിയായിത്തീരാൻ വേണ്ടിയാണ്. അവിടെ കാണലല്ല സംഭവിക്കുന്നത്, അതിനേക്കാൾ ഉപരിയായി മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്തമാണ് ഞാനവിടെ ഏറ്റെടുക്കുന്നത്. ജിജു ബ്രദറിന് ജപമാല ഒരാശ്വാസമാണ്, ഒപ്പം വെളിച്ചത്തിൻ്റെ വഴികാട്ടിയും. ജപമാല ഇതെപ്പോഴും എൻ്റെ കരങ്ങളിൽ ഉണ്ടാവും. കാരണം കർത്താവിനെ ശുശ്രൂഷിച്ച, കർത്താവിൻ്റെ കരങ്ങളിൽ ഉപയോഗിക്കപ്പെട്ട പ്രവാചകരുടെ കൈകളിൽ എന്തെങ്കിലും ഒരു അഭിഷേകമുള്ള ഉപകരണം ഉണ്ടായിരുന്നു. പഴയ നിയമകാലത്ത് മോശയുടെ കയ്യിൽ ഒരു വടിയുണ്ടായിരുന്നു, അതിലൂടെ വലിയ അത്ഭുതം നടന്നു. ഏലിയാവിൻ്റെ കയ്യിൽ പുതപ്പുണ്ടായിരുന്നു, ഏലീശയുടെ ഒരു വടിയുണ്ടായിരുന്നു. അങ്ങനെ പ്രവാചകന്മാരിലൊക്കെയും എന്തെങ്കിലും ഒരു ഉപകരണം അഭിഷേകത്തിൻ്റെ അടയാളമായിട്ട് അവരുടെ കരങ്ങളുണ്ടായിരുന്നു. എന്നാൽ ജപമാല എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം, നമ്മുടെ തിരുസഭ തന്നെ എല്ലാ മക്കൾക്കുമായിട്ട് പരിശുദ്ധ അമ്മയോടുള്ള വണക്കത്തിൻ്റെ അടയാളമായിട്ട് തന്നിരിക്കുന്നൊരു വലിയ ഉപകരണമാണ്. ഇത് ഞാൻ എപ്പോഴും കരങ്ങളെടുക്കുമ്പോൾ എനിക്ക് പ്രത്യേകത എന്ന് വെച്ചാൽ,
ഞാൻ വചനം പ്രഘോഷിക്കാൻ പോകുമ്പോൾ ഞാൻ മുൻകൂട്ടി തയ്യാറെടുത്തൊന്നും പോകാൻ എനിക്ക് ഒക്കത്തുമില്ല, ഞാനത് ചെയ്യാറുമില്ല. പക്ഷേ ജപമാല കയ്യിലെടുത്ത് കഴിയുമ്പോൾ കർത്താവ് എനിക്ക് ശക്തമായിട്ട് ആശയങ്ങൾ ഇങ്ങനെ തന്നുകൊണ്ടേയിരിക്കും. ജപമാല എടുത്താൽ അവിടെ വലിയൊരു അനുഗ്രഹമാണ്. അതോടൊപ്പം തന്നെ ഓരോ വ്യക്തികൾ വേദനകളും ദുഃഖങ്ങളും ഒക്കെ ആയിട്ട് കടന്നു വരുന്നു. അവരോട് സംസാരിക്കുമ്പോൾ എല്ലാവരും അവനവൻ്റെ സ്വന്തം പ്രശ്നങ്ങളെ പറയത്തുള്ളൂ. സ്വന്തം ജീവിതത്തിൻ്റെ കുറവുകൾ ആരും പറയത്തില്ല. കഴിഞ്ഞ കാലത്തെ മറിഞ്ഞിരിക്കുന്ന തിന്മകളാരും പറയില്ല. അപ്പോൾ ഈ ജപമാല എടുത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ കർത്താവ് ഓരോ വ്യക്തി ജീവിതങ്ങളിലെ കാര്യങ്ങൾ കാണിച്ചു തരും. അപ്പം ദൈവത്തിൻ്റെ കൃപ പകരുവാനായിട്ട് കർത്താവ് എനിക്ക് തന്നിരിക്കുന്ന ഒരു സ്വർഗീയമൊരായുധമാണ് ഈ ജപമാല. ഇത് ഉപയോഗിക്കുമ്പോൾ എനിക്ക് ശുശ്രൂഷയിൽ വലിയ അഭിഷേകവും വലിയ ആത്മീയമായ ഒരു നിറവും ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടലും അനുഭവിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ജപമാല എപ്പോഴും ഞാൻ കാര്യങ്ങളിൽ ഉപയോഗിക്കുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം 1. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടെ ആയിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. ദൈവം അയച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു, അവൻ്റെ പേര് യോഹന്നാൻ എന്നാണ്. അവൻ സാക്ഷ്യത്തിനായി വന്നു, വെളിച്ചത്തിന് സാക്ഷ്യം നൽകാൻ, അവൻ വഴി എല്ലാവരും വിശ്വസിക്കാൻ. അവൻ വെളിച്ചമായിരുന്നില്ല, വെളിച്ചത്തിന് സാക്ഷ്യം നൽകാൻ വന്നവനാണ്. എന്നെ സംബന്ധിച്ച് കാഴ്ചയില്ലെങ്കിൽ പോലും ഞാൻ കാഴ്ച ഉള്ള പോലെ തന്നെ സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് അനേക മക്കൾ കാഴ്ചയില്ലാതെ ജീവിക്കുന്നുണ്ട്. അവർക്ക് വൈദ്യശാസ്ത്രം അതിനുള്ള പരിഹാരവും ചെയ്യാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അതായത് നേത്രദാനം എന്ന വലിയൊരു സംഗതി ഇന്ന് നമുക്ക് കർത്താവ് തന്നെ ഒരുക്കിയിട്ടുണ്ട്. കർത്താവ് ഒരുക്കിയതാണത്. ദൈവശാസ്ത്രത്തോടെ നിന്ന് വലിയൊരു സമ്മാനമാണത്. അപ്പം ഓരോ വ്യക്തികളും സാധിക്കുന്നതോളം അവരുടെ കണ്ണ് ദാനം ചെയ്യുന്ന പറയുമ്പോൾ, ഇപ്പം നമ്മൾ യേശുവിൻ്റെ ഉത്ഥാനത്തെപ്പറ്റി ചിന്തിക്കുന്നു, യേശു ജീവിക്കുന്നു. ഇപ്പം നമ്മൾ അതോടൊപ്പം തന്നെ നമ്മുടെ കണ്ണുകൾ അർഹതയുള്ള ഒരാൾക്ക് ദാനം ചെയ്യുമ്പോൾ നമ്മളും അവരിലൂടെ ജീവിക്കുക ചെയ്യുന്നത്. ഈശോയുടെ ആ സ്നേഹത്തിൻ്റെ പദ്ധതിയുടെ ഒരു ഭാഗമായിട്ട് നമുക്ക് നമ്മുടെ കണ്ണുകൾ മറ്റുള്ളവർക്ക് കൊടുക്കാൻ സാധിച്ചാൽ നമ്മുടെ കണ്ണുകൾ അവർക്ക് ലഭിക്കുന്നു, അവർക്കതനുസരിച്ച് കാഴ്ച ലഭിക്കുന്നു, അവർക്കും ഈ ലോകത്തിൽ സന്തോഷമായിട്ടൊക്കെ ജീവിക്കാനായിട്ടുള്ള. ഇപ്പോൾ എല്ലാവർക്കും ഒരേ പ്രത്യാശയോ ഒരേ ആ ഒരു ദൈവാനുഭവം ലഭിച്ചില്ലെങ്കിൽ പോലും അവർക്ക് ആ അവസ്ഥയിൽ അവരുടെ കണ്ണിന് കാഴ്ച കിട്ടാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ അത് നമ്മുടേതായ കുറവ് കൊണ്ട് നിഷേധിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അത് വളരെ വലിയ ഒരു തെറ്റാണ്. അപ്പം എനിക്കത് ഒരു നന്മ ചെയ്യാതെ കൊടുക്കാൻ എനിക്ക് സാധ്യതയുണ്ടായിട്ട് ഞാൻ കൊടുക്കാതിരിക്കുന്നത്. ചെയ്യേണ്ട നന്മ എന്താണെന്ന് അറിഞ്ഞിട്ട് ചെയ്യാത്ത പാവം ചെയ്യുകയാണ്. അപ്പം ഇന്ന് ജീവിച്ചിരുന്ന ഓരോ വ്യക്തികൾക്കും തങ്ങൾക്ക് മരണത്തെ അവരുടെ കണ്ണുകൾ മറ്റുള്ളവർക്ക് കാഴ്ചയില്ലാത്ത ഒരാൾക്ക് ഒരു ദാനം ചെയ്യാൻ തീരുമാനമെടുത്താൽ അത് ദൈവസന്നിധിയിൽ ചെയ്യുന്നൊരു വലിയ നന്മയായിരിക്കും. അതുവഴി ഉചിതനായ ക്രിസ്തുവിൻ്റെ ചൈതന്യമാണ് മറ്റുള്ളവർക്ക് നമുക്ക് പകർന്നു കൊടുക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും തീരുമാനമെടുക്കുകയും ചെയ്യണമെന്ന് ഞാൻ ഈ അവസരത്തിൽ ഏറ്റവും വിനയത്തോടെ അഭ്യർത്ഥിക്കുകയാണ്.
സാഹചര്യത്തിൽ ആരുടെയെങ്കിലും സഹായമില്ലാതെ ഇപ്പം ദൂരോട്ടൊക്കെ യാത്രയ്ക്ക് പോകാനും അങ്ങനെയുള്ള ശുശ്രൂഷയ്ക്ക് പോകാനൊക്കെ സാധിക്കത്തില്ലെന്നുള്ള കാര്യം അറിയാവുന്ന കാര്യമാണ്, അത് വസ്തുതയാണ്. പക്ഷേ ഇന്ന് വരെ ആ ഒരു കാര്യത്തിന് എനിക്ക് ഒരിടത്തും ഒരു കുറവ് ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയ നിമിഷം മുതൽ, കാരണം ഞാൻ അറിയാതെ തന്നെ എനിക്ക് വേണ്ടി കർത്താവ് ഒരുപാട് വ്യക്തികളെ ഒരുക്കിയിട്ടുണ്ട്. കർത്താവ് ഇങ്ങനെ പ്രകാരം പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും കൂടെ ആയിരിക്കാൻ ഞാൻ സഹായകനെ അയക്കുന്ന പരിശുദ്ധാത്മാവിനെ. ആ പരിശുദ്ധാത്മാവ് പലപ്പോഴും വ്യക്തികളിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പം ശുശ്രൂഷക്കായിട്ട് ഞാൻ അങ്ങനെ ഇറങ്ങണമെന്നൊന്നും ഉദ്ദേശിച്ചിരുന്നില്ല. പക്ഷേ അത് ദൈവനിശ്ചയമാകിയാൽ അത് ഏറ്റെടുക്കേണ്ടി വന്നു. ഏറ്റെടുക്കുന്ന ആ നാളും തൊട്ട് തന്നെ ആരെങ്കിലും വ്യക്തികളായ കർത്താവ് സഹായത്തിനായിട്ട് തരും. അപ്പോൾ ആദ്യകാലത്തൊക്കെ എനിക്ക് ഇങ്ങനെ പ്രാർത്ഥനയ്ക്ക് പോകണം, അപ്പം ഞാനതിനെക്കുറിച്ച് ഭാരപ്പെടേണ്ടി വന്നിട്ടില്ല. അല്ലെങ്കിൽ ദേവാലയത്തിൽ പോകണം, ഞായറാഴ്ച വിശുദ്ധ ബലി സംബന്ധിക്കാൻ പോകണം, അതിനൊക്കെ കർത്താവ് ആ സമയം തന്നെ തക്ക വിധത്തിൽ സഹായമായിട്ട് തുണയായിട്ട് കൂടെയുണ്ട്. അതോടൊപ്പം തന്നെ വിചാരിക്കാതെ ഒരുപാട് പേരെ ഞാൻ എന്ത് ചെയ്യുമെന്ന് ചിന്തിക്കേണ്ട ഒരു ആവശ്യം പോലും വന്നിട്ടില്ല. ഞാൻ എവിടെ ചെന്നാലും അത് ഒരു ഗവൺമെൻറ് സംവിധാനത്തിന് പോലും ഒരുക്കാൻ കഴിയാത്ത രീതിയിൽ കർത്താവ് വ്യക്തികളെയും സംവിധാനങ്ങളെയും സാഹചര്യങ്ങളൊക്കെ ഒരുക്കി. അവിടെ ഒന്നിനും ഒരു കുറവും വന്നിട്ടില്ല. അതുകൊണ്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, അതായത് ഈ കാഴ്ചയുള്ളൊരു വല്ലപ്പം നടന്നാൽ വീഴും. എൻ്റെ വീട് ഇത്രയും ആൾക്കാരുള്ളതുകൊണ്ട് ഞാൻ ഒരിക്കലും വീഴാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അബദ്ധം പറ്റാനോ ഇടയാകാത്ത വേണം. അതുപോലെ ആൾക്കാരുടെ സഹായവും സംരക്ഷണവും പരിപാലനയും എനിക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് കാഴ്ച ഉണ്ടെന്ന് കരുതുന്നവരെക്കാൾ സുരക്ഷിതത്വം ആണ് കർത്താവ് എനിക്ക് തന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും കർത്താവിനെ ഭയപ്പെടുന്നത് ചുറ്റും ദൈവദൂതന്മാർ പാളയമടിച്ച് രക്ഷിക്കുമെന്ന് പറയുന്ന വചനം പോലെ ഇന്ന് അനേക നല്ല മനുഷ്യരുടെ സഹായവും എനിക്ക് ചുറ്റും പാളയമടിച്ച് തന്നെ കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. ദൈവം നൽകിയ സമ്മാനമാണ് തൻ്റെ അന്ധതയെന്ന് വിശ്വസിക്കുന്ന ജിജു ബ്രദർ. ദൈവാരാധനയ്ക്ക് നിരവധിയാണ് കാര്യങ്ങൾ. ഞാനിപ്പോൾ കർത്താവിന് വേണ്ടി ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, കൂടുതലായിട്ടും പ്രാർത്ഥനാ സമൂഹങ്ങൾ, പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ, അതാണ് കൂടുതലായിട്ട് കർത്താവിനെ ഏൽപ്പിച്ചൊരു കാര്യമാണ്. എൻ്റെ ഭാഗമായിട്ട് ഇപ്പം എല്ലാ ബുധനാഴ്ചയും ഞാൻ അതൊരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല. 1995 തൊട്ട് ഇവിടെ ചെറിയൊരു പ്രാർത്ഥന വലിയ സമൂഹമല്ല, ചെറിയൊരു സമൂഹം എല്ലാ ബുധനാഴ്ചയും കൂടി വരുന്നുണ്ട്. അവിടെ പലരും കടന്നു വന്ന് പ്രാർത്ഥിച്ച് ഒരുപാട് അനുഗ്രഹം പ്രാപിച്ച ഒത്തിരി പേരുണ്ട്. അതോടൊപ്പം തന്നെ ഒരുപാട് പേര് ദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും ഇവിടെ വന്ന് എല്ലാ ദിവസങ്ങളിലും തന്നെ സാധിക്കത്തോളം ആളുകളെ ഞാൻ കാണുന്നുണ്ട്. അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നുണ്ട്. അവർക്ക് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിരുസഭയുടെ കാഴ്ചപ്പാടനുസരിച്ചുള്ള ഉപദേശങ്ങൾ നൽകി അവരെ യഥാർത്ഥ ക്രിസ്തുവിലേക്ക് നയിച്ച് സമാധാനവും സന്തോഷവും കൊടുക്കാനുള്ള വഴികൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കൂടുതലായിട്ട് ഞാൻ ഭവനങ്ങളിലേക്കാണ്, ഒരുപാട് ഭവനങ്ങളിലേക്കാണ് നീങ്ങുന്നത്. ഒരുപാട് വേദന ഇപ്പം എല്ലാവരും ദേവാലയത്തിൽ പോകുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ചടങ്ങിനെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ അവനവൻ്റെ ഭവനത്തിലേക്ക് വന്നു കഴിയുമ്പോൾ പഴയ രീതിയിൽ പ്രശ്നങ്ങളുമായിട്ടും ദുഃഖങ്ങളുമായിട്ടും ഒക്കെ അങ്ങനെ അവിടെ ജീവിച്ച് തകരുന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ അങ്ങനെ തകർന്ന ജീവിതങ്ങളിലേക്ക് അവരുടെ ഭവനങ്ങളിൽ ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവർക്കത് വലിയ സന്തോഷമാണ്. കാരണം ആ ദൈവമായ കർത്താവുമായുള്ള കൂട്ടായ്മ ബന്ധം അവിടെയൊക്കെ കിട്ടുക. ഭവനങ്ങളിൽ നിന്ന് ചെന്ന് പ്രാർത്ഥിച്ച് അവർക്ക് ദൈവത്തിൻ്റെ വചനം പകർന്നു കൊടുത്ത് ദൈവത്തെ സ്തുതിച്ച്, ഇപ്പോൾ ഭവനങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ചുറ്റുപാടുകളിൽ നിന്ന് 2-3-4 കുടുംബങ്ങളെ കൂട്ടി ചേർത്ത് പ്രാർത്ഥിക്കുമ്പോൾ അതൊത്തിരി കുടുംബങ്ങൾക്ക് വിടുതൽ നൽകിയിട്ടുണ്ട്. ഒരുപാട് വ്യക്തികൾക്ക് ശരിയായ ആ ഒരു ദിശാബോധം, ക്രിസ്തീയ ജീവിതത്തിൻ്റെ ദിശാബോധം കൊടുക്കാനത് കാരണമായി തീർന്നിട്ടുണ്ട്. ഒരുപാട് തെറ്റിദ്ധാരണകളും അതിൻ്റെ പേരിലൊക്കെ അപവാദങ്ങളും വിമർശനങ്ങളും ഒക്കെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അതൊരു ദൈവകൃപയായിട്ട് ഞാൻ കാണുന്നുള്ളൂ. ഇനിയും ഉണ്ടാവും. അതിന് ഞാൻ പൂർണ്ണ മനസ്സോടെ ഞാൻ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ചില ധ്യാന ഗ്രൂപ്പുകളായിട്ട് ബന്ധപ്പെട്ട് ധ്യാന കേന്ദ്രങ്ങളിൽ ക്ലാസ് എടുക്കാനും കൗൺസിലിങ്ങിനും ഒക്കെ പോകുന്നുണ്ട്.
കാഴ്ചയുടെ ലോകത്ത് കാഴ്ചയില്ലാതായിട്ടും ജീവിതത്തിൻ്റെ സർഗാത്മകതകളുടെ സൗന്ദര്യം മനസ്സിലാക്കുന്ന ജിജു ബ്രദർ നമുക്കും മാതൃകയാകട്ടെ. ദൈവം നമുക്ക് തന്ന നന്മകൾ അതിനെ തിരിച്ചറിയുന്നതാണ് യഥാർത്ഥ മനുഷ്യൻ്റെ കാഴ്ച എന്ന് പറയുന്നത്. അവൻ കാണുന്നു എന്ന് പറയുമ്പോൾ ദൈവം എനിക്ക് ചെയ്ത നന്മകളെ നമുക്ക് കാണാൻ സാധിക്കണം. പലപ്പോഴും മനുഷ്യൻ്റെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് തരാത്തതിനെ കാണുക എന്നുള്ളതാണ്. എനിക്കെന്നെ തന്നിട്ടില്ല, എനിക്കെന്നെ കിട്ടിയിട്ടില്ല. പക്ഷെ അതിനുപരിയായിട്ട് ദൈവം നമുക്ക് തന്നിയ ഒരുപാട് നന്മകളുണ്ട്. ആ നന്മകളെ കണ്ടു കഴിഞ്ഞാൽ തരാത്തത് അതിൻ്റെ മുന്നിൽ ഒന്നുമല്ല. ഒരു വ്യക്തിയുടെ ആന്തരിക നയനങ്ങൾ തുറക്കപ്പെടുക എന്നുള്ളതാണ് ആ മനുഷ്യ ജീവിതത്തിൻ്റെ പൂർണ്ണതയെന്ന് പറയുന്നത്. ആ മനുഷ്യ ജീവിതത്തിൻ്റെ പൂർണ്ണതയിൽ എത്തുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതം ഒരു അനുഗ്രഹമായി തീർന്നു, സൗഭാഗ്യമായി തീർന്നു എന്ന് പറയാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെ സൗഭാഗ്യമായി തീരണമെങ്കിൽ നമ്മുടെ ആന്തരിക നയനങ്ങൾ തുറക്കണം. ആന്തരിക നയനങ്ങൾ തുറക്കണമെങ്കിൽ ക്രിസ്തുവാകുന്ന യഥാർത്ഥ പ്രകാശത്തെ നമ്മൾ കണ്ടെത്തണം. അന്ധകാരത്തിൽ നിന്ന് ജനം വലിയ പ്രകാശം കണ്ടു എന്നാണ് യേശുവിൻ്റെ വരവിനെ പറ്റി പറയുന്നത്. അപ്പോൾ ആ പ്രകാശം നമ്മൾ ഓരോരുത്തരും കണ്ടെത്തുമ്പോൾ നമ്മുടെ ജീവിതവും അതിൻ്റെ പൂർണ്ണതയിൽ ദൈവം ഉദ്ദേശിച്ച ലക്ഷ്യത്തിൽ എത്തിച്ചേരും. അതിന് കർത്താവ് നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ.